ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാർ ഈയിടെയായി വിവാദപരമായ ചില പ്രസ്താവനകളുമായിട്ട് വന്നിട്ടുണ്ട്. അതിലേറ്റവും പുതിയതാണ് യേശുദാസിൻ്റെ ഗുരുവായൂർ അമ്പല പ്രവേശനം സംബന്ധിക്കുന്ന പ്രക്ഷോഭ ആഹ്വാനം. യേശുദാസിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭം നടത്തുവാൻ ശിവഗിരി മഠം തയ്യാറെടുക്കുന്നു. ആചാര പരിഷ്കരണം ആവശ്യപ്പെട്ട് ഗുരുവായൂർ ദേവസ്വത്തിനു മുന്നിൽ അടുത്ത മാസം പ്രക്ഷോഭം നടത്തുവാനാണ് ശിവഗിരി മഠം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിലെ പ്രധാന ആവശ്യം യേശുദാസിൻ്റെ ക്ഷേത്ര പ്രവേശനം തന്നെ ആയിരിക്കുമെന്ന് ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് ഗുരുവായൂർ അമ്പലത്തിൽ യേശുദാസിന് പ്രവേശിക്കാൻ എന്താണ് തടസ്സം? എനിക്കറിയില്ല. തടസ്സം അത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണോ? എനിക്കറിയില്ല. നമ്മൾ ഭാരതീയർ പറയുന്നത് ഇവിടെ ജനിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് എന്നാണ്. അപ്പോൾ പിന്നെ ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമല്ലോ, ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും എല്ലാം, അല്ലേ? ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ആര് പ്രവേശിച്ചാലും അവർ അതാത് ക്ഷേത്രാചാരങ്ങളും ക്ഷേത്ര നിയമങ്ങളും പാലിച്ചിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. ക്ഷേത്രാചാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോരോ ആചാരങ്ങളും അനുഷ്ഠാന പദ്ധതികളും നിയമങ്ങളും ഒക്കെ ഉണ്ട് എന്ന് മാത്രം. അതെന്തുമാകട്ടെ. അപ്പോൾ പിന്നെ യേശുദാസിനെ എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ വിലക്കുന്നത് അല്ലെങ്കിൽ വിലക്കുള്ളത്? 1936 ക്ഷേത്രപ്രവേശന വിളംബരവും തുടർന്ന് 1965 ടെമ്പിൾ എൻട്രി ആക്റ്റിൽ അതിൻ്റെ ചട്ടങ്ങളിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നെഴുതി വെച്ചിട്ടുമുണ്ട്. ഇപ്പോൾ നിലവിലുള്ള നിയമം ഇതാണോ തടസ്സം? എന്നാൽ ഇതിന് വിരുദ്ധമായി എത്രയോ പേര്, മറ്റു മതസ്ഥർ ശബരിമലയിലൊക്കെ പോകുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു? അതുകൊണ്ട് യേശുദാസിന് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിന് എന്താണ് തടസ്സം? ഒരു തടസ്സവുമില്ല. ഇനി യേശുദാസ് ഇപ്പോൾ എവിടെയാണ്? അദ്ദേഹം കുറേ നാളുകളായി, എനിക്ക് തോന്നുന്നത് കോവിഡ് കാലം മുതൽ അമേരിക്കയിലെ ഡാലസിൽ അദ്ദേഹത്തിൻ്റെ ഇളയ മകനോടൊപ്പമാണ്. യേശുദാസ് ഈ അടുത്ത് എപ്പോഴെങ്കിലും തനിക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞതായി എനിക്കറിവില്ല. അപ്പോൾ പിന്നെ ആർക്കാണ് യേശുദാസിനെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റണമെന്ന വാശി? ഇങ്ങനെ ചോദിക്കുവാൻ ഒരു കാരണമുണ്ട്. 2010 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ബഹുമാന്യരായ ജസ്റ്റിസ് തോട്ടത്തിൽ ബി രാധാകൃഷ്ണൻ്റെയും ജസ്റ്റിസ് PS ഗോപിനാഥിൻ്റെയും ബെഞ്ചിൽ ഒരു കേസ് വന്നിരുന്നു. പെറ്റീഷണർ ഒരു ശ്രീമതി ലളിത വാസുദേവനായിരുന്നു. എതിർകക്ഷികൾ ഗുരുവായൂർ ദേവസ്വവും കേരള ഗവൺമെൻറ്റുമായിരുന്നു. അവരുടെ ആവശ്യം വളരെ സിമ്പിളായിരുന്നു. യേശുദാസ് എന്ന ഭക്തനായ ഹിന്ദുവിനെ ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്നും ഹിന്ദു വിശ്വാസാനുസരണമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്നതിൽ നിന്നും തടയരുത് എന്ന് ഗുരുവായൂർ ദേവസ്വത്തിന് നിർദ്ദേശം കൊടുക്കുന്ന ഒരു റിട്ട് ഓഫ് മാൻഡാമസ് ഇഷ്യൂ ചെയ്യണമെന്നായിരുന്നു അവരുടെ ആവശ്യം. യേശുദാസിന് അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം വേണം അത് പറയുവാൻ. അതുകൊണ്ട് തന്നെ ഇത് ഒരു പൊതു താൽപ്പര്യ ഹർജിയുടെ വിഭാഗത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ കേസ് ഹൈക്കോടതി കേൾക്കുക പോലും ചെയ്യാതെ തള്ളി. അന്നത്തെ ആ വിധിന്യായത്തിൽ കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്. By filing this writ petition, the petitioner is trying to extend to Sri KJ Yesudas an unsolicited aid, which even he may not relish. Since belief is one that is purely personal and cannot be foisted on another, and anyone aggrieved by any encroachment into the freedom to freely profess, practice and propagate religion has the guaranteed fundamental right to protection of such entitlements and hence to remedy in case of violation. ഈ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുക വഴി പെറ്റീഷണർ യേശുദാസിന് അദ്ദേഹം ആവശ്യപ്പെടാത്ത ഒരു സഹായം ചെയ്യുവാൻ ശ്രമിക്കുന്നു. ഒരു പക്ഷേ അത് അദ്ദേഹം പോലും ആഗ്രഹിക്കുന്നുണ്ടാകില്ല. കാരണം വിശ്വാസം എന്ന് പറയുന്നത് തികച്ചും സ്വകാര്യമായ ഒന്നാണ്. കാരണം അത് ഒരാളിലേക്ക് അടിച്ചേൽപ്പിക്കാവുന്നതല്ല. ആർക്കെങ്കിലുമൊക്കെ അവരുടെ സ്വന്തം മതം അല്ലെങ്കിൽ അവരുടെ മതം സ്വതന്ത്രമായി പ്രസ്താവിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അപഹരിക്കപ്പെടുമ്പോൾ അവർക്ക് ആ ലംഘനത്തിനുള്ള പരിഹാരം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തന്നെ നൽകുന്നുമുണ്ട്. ഇതായിരുന്നു കോടതി പറഞ്ഞത്. ഇവിടെയും സമാദരണീയനായ സ്വാമി സച്ചിദാനന്ദ ശ്രീമതി ലളിത വാസുദേവൻ ചെയ്തത് തന്നെയല്ലേ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ യേശുദാസ് അല്ലേ അത് ആവശ്യപ്പെടേണ്ടത്? നമുക്കറിയാം, യേശുദാസ് ഒട്ടേറെ കാലമായി അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകുന്ന കാര്യം. അവിടെ അദ്ദേഹം ദേവീസ്തുതികളും കീർത്തനങ്ങളും ഒക്കെ ആലപിക്കാറുണ്ട്, പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ചെല്ലുമ്പോൾ. കോവിഡ് കാരണം ആ പതിവ് 2021 മുടങ്ങുമ്പോൾ തുടർച്ചയായി 48 വർഷമാണ് അദ്ദേഹം മൂകാംബിക ദേവിയുടെ നടയിൽ പിറന്നാൾ ദിനത്തിൽ പാടുവാൻ എത്തിയത്. ശബരിമലയിൽ അദ്ദേഹം ഇരുമുടിക്കെട്ടുമായി എത്രയോ തവണ ദർശനം നടത്തിയിരുന്നു. ഇനി മറ്റൊരു കേസ് കൂടി പറയാം. ഇത് 1974 കേരള ഹൈക്കോടതിയിലെ ഒരു കേസാണ്. റാം മോഹൻദാസ് വേഴ്സസ് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ആൻഡ് അതേഴ്സ്. ഇതായിരുന്നു ആ കേസ്. ആലപ്പുഴ മുല്ലക്കൽ ക്ഷേത്രത്തിൽ ആണ്ടുതോറും നവംബർ ഡിസംബർ മാസങ്ങളിൽ നടത്തി വരുന്ന ചിറപ്പ് മഹോത്സവത്തിൽ 23/12/1972 ദിവസത്തെ ഉത്സവാഘോഷങ്ങൾ അന്ന് സ്പോൺസർ ചെയ്തത്
ചെമ്പക ജുവലേഴ്സിൻ്റെ ഉടമസ്ഥനായ ശ്രീ PS മണിയായിരുന്നു. അന്ന് ശ്രീ യേശുദാസിൻ്റെ ഒരു സംഗീത കച്ചേരി ക്ഷേത്ര മതിൽക്കകത്ത് നടത്തുവാൻ യേശുദാസിനെ ക്ഷേത്ര അങ്കണത്തിൽ പ്രവേശിക്കുവാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് നവംബർ 9-ാം തീയതി തന്നെ ഒരു അപേക്ഷ തിരുവിതാംകൂർ ദേവസ്വത്തിന് അദ്ദേഹം കൊടുക്കുന്നു. ദേവസ്വം ബോർഡ് 18-ാം തീയതി തന്നെ ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാമെന്നും ശ്രീ യേശുദാസ് ശബരിമലയിലൊക്കെ സ്ഥിരമായി പോകുക വഴി ആ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആൾ എന്ന നിലയിലും അദ്ദേഹത്തിന് തീർച്ചയായും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാമെന്ന് പറഞ്ഞ് ഒരു മറുപടിയും കൊടുത്തു. ഈ സമയത്താണ് അന്നത്തെ ക്ഷേത്രോപദേശക സമിതി സെക്രട്ടറി കൂടിയായ റാം മോഹൻദാസ് ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു തീരുമാനം ക്വാഷ് ചെയ്യണമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നത്. യേശുദാസ് ഒരു ഹിന്ദു അല്ല എന്നതായിരുന്നു റാം മോഹൻദാസിൻ്റെ വാദം. യേശുദാസ് ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് കേരളശ്രീ എന്ന ഒരു പത്രത്തിൽ കൊടുത്ത ഒരു ഡിക്ലറേഷൻ മോഹൻദാസും കണ്ടിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേസിൻ്റെ മെറിറ്റ് പിന്നീട് നോക്കാമെന്നും പരിപാടിയൊക്കെ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടതാണല്ലോ, അതുകൊണ്ട് തൽക്കാലം യേശുദാസിൻ്റെ കച്ചേരി ക്ഷേത്രത്തിൽ നടക്കട്ടെ എന്നും പറഞ്ഞു. പിന്നീട് കോടതി കേരളശ്രീയിൽ യേശുദാസ് കൊടുത്ത ആ ഒരു ഡിക്ലറേഷൻ അടിസ്ഥാനപ്പെടുത്തി തന്നെ യേശുദാസിന് ക്ഷേത്രത്തിൽ പ്രവേശിക്കാം എന്നൊരു വിധിയും കൊടുത്തു. 1974 ഈ വിധി വരുന്നത്. ഹിന്ദുയിസം ഒരു വേ ഓഫ് ലൈഫാണെന്നും ആ ഒരു വേ ഓഫ് ലൈഫിൽ വിശ്വസിക്കുന്ന ആരും ഹിന്ദു ആണെന്നും കോടതി പറഞ്ഞു. Therefore, such a person shall not be prohibited, obstructed or discouraged from entering places of public worship. According to the board, Sri Yeshudas has proved himself to be a believer in Hindu faith also and therefore entitled to enter any place of public worship under section 3 of the act. ഇവിടെ ആ വിധിയിൽ പറയുന്നത് എനി പ്ലേസ് ഓഫ് വർഷിപ്പ് എന്നാണ്. ഈ വിധി ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അതിന് കാരണവുമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ 1965 ഒരു ടെമ്പിൾ എൻട്രി ആക്ട് ആണ് അതിന് കാരണം. എന്നിരുന്നാലും 1974 ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ യേശുദാസിന് ഗുരുവായൂർ അമ്പലത്തിൽ പ്രവേശിക്കുന്നതിന് ഒരു തടസ്സവുമില്ല. എന്നാൽ മറ്റൊരു മതസ്ഥൻ കയറണമെങ്കിൽ അയാൾ 1974 വിധിക്ക് അടിസ്ഥാനമായ ആ ഡിക്ലറേഷൻ കൊടുത്താൽ അവർക്കും പ്രവേശിക്കാം. യേശുദാസിനെ ഏത് ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാനും ഒരു തടസ്സവുമില്ല എന്നിരിക്കെ എന്താണ് പ്രശ്നം? ഇല്ലാത്ത ഒരു വിഷയമാണ് ഇപ്പോൾ പൊക്കിയെടുത്തുകൊണ്ട് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എനിക്കറിയില്ല. നേരത്തെയും ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്ന പരിപാടി നിർത്തണമെന്ന് പറഞ്ഞതും ഈ സച്ചിദാനന്ദ സ്വാമി തന്നെയാണ് എന്ന് തോന്നുന്നു. അത് പിന്നീട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഏറ്റുപിടിക്കുകയുണ്ടായി. എന്തൊക്കെയാണ് അജണ്ട എന്ന് അറിയില്ല. എല്ലാവരും കൂടി ഹിന്ദുക്കളെ ഉദ്ധരിച്ച് നവീകരിച്ച് നന്നാക്കിയേക്കാം എന്ന് തീരുമാനിച്ച മട്ടാണ്. നല്ല കാര്യം തന്നെ, ഹിന്ദുക്കളെങ്കിലും നന്നാകട്ടെ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.